ശബരിമല സമരത്തെ ചൊല്ലി കേരള ബിജെപിയിൽ കടുത്ത ഭിന്നത. സന്നിധാനത്തെയും നിലയ്ക്കലെയും സമരത്തിൽ നിന്ന് പിന്മാറിയതിനെതിരെ വി മുരളീധരന്റെ പക്ഷം പരസ്യമായി രംഗത്ത് വന്നു. എന്നാൽ സന്നിധാനത്ത് ഇതുവരെ ബിജെപി സമരം ചെയ്തിട്ടില്ലെന്നാണ് ശ്രീധരൻപിള്ളയുടെ വാദം. ഇന്ന് വൈകിട്ട് കോഴിക്കോട് ചേരുന്ന ബിജെപി നേതൃയോഗത്തിൽ ഭിന്നത പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുമെന്നാണ് സൂചന. കെ.പി. ശശികലയുടെ അറസ്റ്റിനെതിരെ സ്വീകരിച്ച നിലപാട് പോലും സംസ്ഥാന അധ്യക്ഷൻ ശ്രീധരൻപിള്ളയും കൂട്ടരും കെ. സുരേന്ദ്രന്റെ കാര്യത്തിൽ കൈക്കൊണ്ടില്ലെന്ന് തുടക്കം മുതൽ തന്നെ വി മുരളീധര പക്ഷത്തിന് പരാതിയുണ്ട്. ഇവരുടെ എതിർപ്പിനെ തുടർന്നാണ് സംസ്ഥാന നേതൃത്വം പിന്നീട് ചില ഇടപെടലുകൾ നടത്തിയത്. ഇതിന് പിന്നാലെയാണ് ശബരിമലയിൽ പ്രക്ഷോഭത്തിൽ നിന്ന് ബിജെപി തന്ത്രപരമായി പിന്മാറുന്നത്. സമരം സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് മാറ്റാനുള്ള തീരുമാനവും ശ്രീധരൻപിള്ളയ്ക്കെതിരെ ആയുധമാക്കുമെന്ന് മറുപക്ഷം സൂചന നൽകി കഴിഞ്ഞു. CPM-ഉമായിട്ട് ഒത്തുതീർപ്പ് നടത്താൻ ഒരു BJP സംസ്ഥാന അധ്യക്ഷനും സാധ്യമല്ല. അങ്ങനെ ഒരു ഒത്തുതീർപ്പിന് BJP-യുടെ ആത്മാഭിമാനമുള്ള ഒരു പ്രവർത്തകനും അനുവദിക്കുകയും ചെയ്യില്ല. അതുകൊണ്ട് അങ്ങനെയൊന്നും ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ശബരിമല സന്നിധാനത്ത് BJP സമരത്തിന് നേതൃത്വം നൽകിയിട്ടില്ലെന്നാണ് ഇതിന് ശ്രീധരൻപിള്ള നൽകുന്ന മറുപടി. സമരം വ്യാപിപ്പിക്കുകയാണെന്നും പിള്ള വിശദീകരിക്കുന്നു. BJP ഒരിക്കൽ പോലും സന്നിധാനത്തോ പമ്പയിലോ സമരം നടത്തിയിട്ടില്ല. ഞങ്ങളുടെ എല്ലാ സമരങ്ങളും സമൂഹമധ്യത്തിലായിരുന്നു. അതുകൊണ്ട് ഒരു മാറ്റവുമില്ല. ഇപ്പം സമരം കുറെ കൂടെ വ്യാപിപ്പിച്ചിരിക്കുകയാണ് സെക്രട്ടേറിയറ്റിലേക്ക്. ഇതിനിടെ സുരേന്ദ്രൻ വിഷയത്തിൽ മുഖം മിനുക്കാൻ ശ്രീധരൻപിള്ള നീക്കം തുടങ്ങി. സുരേന്ദ്രനെ ഇന്ന് കോഴിക്കോട് കോടതിയിൽ ഹാജരാക്കിയപ്പോൾ ശ്രീധരൻപിള്ള നേരിട്ടെത്തി. സംസ്ഥാന നേതൃയോഗത്തിനു ശേഷം അനുകൂല നിലപാടുണ്ടായില്ലെങ്കിൽ വിഷയം കേന്ദ്ര നേതൃത്വത്തിന് മുന്നിലെത്തിക്കാനാണ് വി മുരളീധര പക്ഷത്തിന്റെ ആലോചന. മീഡിയ 1 കോഴിക്കോട്.